അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഫിയ്യ ദർസ് 5, ബൈത്ത് 5. وتقطويري بغير سخطي فائقة ألفية بني معطي. وتقطوي അത് തേടുകയും ചെയ്യുന്നു, അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അൽഫിയ്യ തേടുകയും ചെയ്യുന്നു. റിളൻ തൃപ്തിയെ. ബിഗൈരി സുഖ്തിൻ യാതൊരു അതൃപ്തിയും ഇല്ലാതെ. ഫായിഖതൻ മികച്ചു നിൽക്കുന്നതായി, അത് മികച്ചു നിൽക്കുന്നതായ അവസ്ഥയിൽ. അൽഫിയ്യത്ത അൽഫിയ്യയേക്കാൾ. ഇബ്നി മുഅ്തി മുഅ്തി റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രൻ്റെ, മുഅ്തി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ്റെ. വതഖ്തളി റിളൻ അത് തൃപ്തിയെ തേടുകയും ചെയ്യുന്നു. അൽഫിയ്യ തൃപ്തിയെ തേടുകയും ചെയ്യുന്നു. വതഖ്തളി അൽ വാവു ഹർഫു അതുഫിൻ. വാവ് അതുഫിന്റെ ഹർഫാണ്. തഖ്തളി ഫിഅലുൻ മുളാരിഉൻ. തഖ്തളി എന്നത് മുളാരിആയ ഫിഅലാണ്. വഫാഇലുഹു ളമീറുൻ മുസ്തതിറുൻ ഫീഹി ജവാസൻ. വഫാഇലുഹു ഇതിലെ ഫാഇൽ. തഖ്തളി എന്ന മുളാരിആയ ഫിഅലിലെ കർത്താവ് ളമീറുൻ മുസ്തതിറുൻ ഫീഹി ഇതിൽ മറഞ്ഞ സർവനാമമാണ്. ജവാസൻ അനുവദനീയമായ അവസ്ഥയിൽ, അനുവദനീയമായ നിലയിൽ മറഞ്ഞ. തഖ്ദീറുഹു അതിൻ്റെ സങ്കല്പം ഹിയ ഹിയ എന്നാണ്. ഹിയ എന്ന മുസ്തതിറായ ളമീറാണ് ഫാഇൽ. യഊദു ഇലാ അൽഫിയ്യത്തിൻ അത് അൽഫിയ്യത്തിൻ എന്നതിലേക്ക് മടങ്ങുന്നു. വഅസ്തഈനുല്ലാഹ ഫീ അൽഫിയ്യ എന്നതിലെ അൽഫിയ്യത്തിൻ എന്നതിലേക്ക് മടങ്ങുന്നു. റിളൻ മഫ്ഊലുൻ ബിഹി ലിത്തഖ്തളി
തഖ്തളി എന്ന മുളാരി ആയ ഫിഅലിനിക്കുള്ള മഫ്ഊൽ ബിഹിയാണ്. റിളൻ എന്നത് തഖ്തളി എന്നതിൻ്റെ മഫ്ഊൽ ബിഹിയാണ്. യഖ്തളാ യഖ്തളി. യഖ്തളി തഖ്തളി. റിളൻ എന്നത് മസ്ദറാണ്. റളിയ യർളാ റിളാഅൻ വറിളവാനൻ വമർവാതൻ. റളിയ എന്നതിൻ്റെ മസ്ദറുകൾ: ഒന്ന് റിളാഅൻ, രണ്ട് റിളവാനൻ, മൂന്ന് മർവാതൻ. റിളൻ എന്നത് റളിയ എന്നതിൻ്റെ മസ്ദറാണ്. റളിയ അവൻ തൃപ്തിപ്പെട്ടു. റിളൻ തൃപ്തി. ഇവിടെ റിളൻ എന്നതിന് തൃപ്തിയെ എന്നാണല്ലോ അർത്ഥം വെച്ചത്. റിളൻ എന്നതിന് ഇവിടെ ഏതെല്ലാം അർത്ഥങ്ങൾ യോജിക്കും? സംതൃപ്തിയെ, പ്രീതിയെ, സന്തോഷത്തെ, ഇഷ്ടത്തെ, അംഗീകാരത്തെ, സമ്മതിയെ, ഈ അർത്ഥങ്ങളെല്ലാം യോജിക്കും. തൃപ്തിയെ എന്ന അർത്ഥം കൂടുതൽ യോജിപ്പുണ്ട്. ബിഗൈരി സുഖ്തിൻ. ബിഗൈരി കൂടാതെ, ബിഗൈരി ഇല്ലാതെ. കൂടാതെ എന്ന അർത്ഥത്തിലും ഇല്ലാതെ എന്ന അർത്ഥത്തിലും ബിഗൈരി എന്നും മിൻ ഗൈരി എന്നും ബിലാ എന്നും ഉപയോഗിക്കാം. ബിഗൈരി സുഖ്തിൻ അതൃപ്തിയില്ലാതെ, അതൃപ്തി കൂടാതെ. മിൻ ഗൈരി സുഖ്തിൻ എന്ന് പറഞ്ഞാലും അതൃപ്തിയില്ലാതെ, അതൃപ്തി കൂടാതെ എന്ന് തന്നെയാണ് അർത്ഥം. ബിലാ സുഖ്തിൻ അതൃപ്തി കൂടാതെ, അതൃപ്തിയില്ലാതെ. സുഖ്തിൻ എന്നത് മസ്ദറാണ്. സുഖ്തിൻ എന്നും സുഖുത്തിൻ എന്നും സഹത്തിൻ എന്നും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. സുഖ്തുൻ, സുഖുത്തുൻ, സഹത്തുൻ എന്നിവക്ക് അതൃപ്തി, കോപം, വെറുപ്പ്, വിരോധം, അവജ്ഞ എന്നീ അർത്ഥങ്ങൾ പറയാം. ഇവിടെ
സുഖ്തിൻ എന്നതിന് അതൃപ്തി എന്ന അർത്ഥം കൂടുതൽ യോജിക്കുന്നു. അതുകൊണ്ടാണ് ആദ്യം ആ അർത്ഥം പറഞ്ഞത്. സഖിത്വ യസ്ഖതു, സഖത്വൻ, സുഖ്തൻ. സഖിത്വ യസ്ഖതു, സഖത്വൻ വസുഖ്തൻ. സഖിത്വ യസ്ഖിതു എന്നും പറയാറുണ്ട്. സഖിത്വ അതൃപ്തി തോന്നി, കോപിച്ചു, അവൻ കോപിച്ചു, അവൻ ദേഷ്യപ്പെട്ടു. സഖിത്വ എന്നതിൻ്റെ മസ്തറുകൾ ശ്രദ്ധിച്ചല്ലോ, സഖത്വൻ, സുഖ്തൻ. ഇവിടെ രണ്ടാമത് പറഞ്ഞ മസ്തറാണ് ഉപയോഗിച്ചത്, മുളാഫുൻ ഇലൈഹി ആയതുകൊണ്ട് സുഖ്തിൻ എന്ന് വായിച്ചു. അതൃപ്തിയില്ലാതെ, ബിഗൈരി സുഖ്തിൻ, അതൃപ്തിയില്ലാതെ എന്ന അർത്ഥം നമുക്ക് തിരഞ്ഞെടുക്കാം. കോപമില്ലാതെ, വെറുപ്പില്ലാതെ, വിരോധമില്ലാതെ, അവജ്ഞയില്ലാതെ എന്നീ അർത്ഥങ്ങളും യോജിക്കും. ആദ്യം പറഞ്ഞ അർത്ഥമാണ് കൂടുതൽ യോജിപ്പുള്ളത്. ബിഗൈരി ജാറുൻ വമജ്റൂറുൻ മുതഅല്ലിഖുൻ ബിമഹ്ദൂഫിൻ, കളയപ്പെട്ടതിനോട് ബന്ധിച്ചതാണ്. നഅത്തുൻ ലിരിളൻ, റിളൻ എന്നതിനിക്കുള്ള നഅത്താണ്. റിളൻ എന്നതിനിക്കുള്ള നഅത്താണ്, റിളൻ എന്നതിനിക്കുള്ള നഅത്താണ് ബിഗൈരി എന്നത്. റിളൻ എന്നതിനിക്കുള്ള സിഫത്താണ് ബിഗൈരി എന്നത്. സുഖ്തിൻ മുളാഫുൻ ഇലൈഹി. ഇതൊന്നുകൂടി വിശദീകരിക്കാം. ഐ അതായത് റിളൻ തൃപ്തിയെ, കായിനൻ ഉണ്ടാകുന്ന, ബിഗൈരി സുഖ്തിൻ അതൃപ്തിയില്ലാതെ, അതൃപ്തിയില്ലാതെ ഉണ്ടാകുന്ന തൃപ്തിയെ, അതൃപ്തി കലരാതെ, അതൃപ്തി കലരാതെയുള്ള തൃപ്തിയെ എന്നാണ് ഉദ്ദേശ്യം. ഫായിഖത്തൻ മികച്ചു നിൽക്കുന്നതായി, മികച്ചു നിൽക്കുന്നതായ അവസ്ഥയിൽ, അത് മികച്ചു നിൽക്കുന്നതായ നിലയിൽ. ഫായിഖത്തൻ ഹാലുൻ മിനൽ ളമീരിൽ മുസ്തതിരി, മറഞ്ഞ സർവനാമത്തിൽ നിന്നുള്ള ഹാലാണ്. ഫീ തഖ്തളി, തഖ്തളി എന്നതിൽ, തഖ്തളി എന്നതിൽ മറഞ്ഞ സർവനാമം ഹിയ എന്നാണല്ലോ. മുസ്തതിറായ ളമീറായ ഹിയ എന്നതിൽ നിന്ന് ഹാലാണ് ഫായിഖത്തൻ എന്നത്. ഫായിഖത്തൻ അത് മികച്ചു നിൽക്കുന്നതായ നിലയിൽ. വഫാഇലു ഫായിഖത്തൻ, ഫായിഖത്തൻ എന്നതിന്റെ ഫാഇൽ. വഫാഇലു ഫായിഖത്തിൻ എന്ന് വായിക്കാതിരിക്കാൻ കാരണം എന്താ? ഇവിടെ ഫായിഖത്തൻ എന്നാണല്ലോ ബൈത്തിൽ ഉപയോഗിച്ചത്, അതുകൊണ്ട് അതേപോലെയാണ് വായിച്ചതാണ്. ഫായിഖത്തൻ എന്നതിന്റെ കർത്താവ് ളമീറുൻ മുസ്തതിറുൻ ഫീഹി ജവാസൻ, അനുവദനീയമായ അവസ്ഥയിൽ അതിൽ മറഞ്ഞ സർവനാമമാണ്. ഫായിഖത്തൻ എന്നതിൽ മുസ്തതിറായ ളമീറുണ്ട്.
അത് മറയൽ ജായിസാണ്. തഖ്ദീറുഹു ഹിയ, അതിന്റെ സങ്കല്പം ഹിയ എന്നാണ്. ഫായിഖത്തൻ എന്നതിൽ മുസ്തതിറായ ലമീറുണ്ട്, അത് ഹിയ എന്നാണ്. അതാണ് ഫായിഖത്തൻ എന്നതിന്റെ ഫായിൽ. അൽഫിയത്ത, അൽഫിയയേക്കാൾ. അൽഫിയത്ത മഫ്ഊലുൻ ബിഹി ലി ഫായിഖത്തൻ. ലിഫായിഖത്തിൻ എന്ന് പറഞ്ഞൂടെ? ലിഫായിഖത്തിൻ എന്നും പറയാം, ലിഫായിഖത്തൻ എന്നും പറയാം. ലിഫായിഖത്തൻ എന്ന് വായിക്കുമ്പോൾ ബൈത്തിൽ ഫായിഖത്തൻ എന്നാണല്ലോ ഉള്ളത്, അത് അതുപോലെ വായിക്കുന്നു എന്ന നിലക്കാണ് ഫായിഖത്തൻ എന്ന് വായിക്കുന്നത്. ലിഫായിഖത്തിൻ എന്ന് വായിക്കാനുള്ള കാരണം വളരെ വ്യക്തമാണല്ലോ. ജറിന്റെ ഹർഫ് കടന്നതുകൊണ്ട് ലിഫായിഖത്തിൻ എന്ന് വായിക്കുന്നു. അൽഫിയത്ത എന്നത് ഫായിഖത്തൻ എന്നതിന്റെ മഫ്ഊൽ ബിഹിയാണ്. ഫായിഖത്തൻ എന്നത് ഹാലാണ്. ഫായിഖത്തൻ എന്നതിന്റെ മഫ്ഊൽ ബിഹിയാണ് അൽഫിയത്ത എന്നത്. ഇബിനി മകന്റെ. ഇവിടെ ആ മകന്റെ പേര് ബൈത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞിട്ടില്ല. ആ മകന്റെ പേരെന്താണ്? മുഅ്തി റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ പേരെന്താണ്? മകന്റെ പേര് യഹിയ എന്നാണ്. അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേരാണ് മുഅ്തി എന്നത്. ശറഹ് വായിക്കുമ്പോൾ വിശദമായി പറയാം. ഇബ്നി മുളാഫുൻ ഇലൈഹി, മുഅ്തി മുളാഫുൻ ഇലൈഹി, മുളാഫുൻ ഇലൈഹിയുടെ മുളാഫുൻ ഇലൈഹി. വതഖതലി, അത് തേടുകയും ചെയ്യുന്നു. അൽഫിയ തേടുകയും ചെയ്യുന്നു. ഐ അതായത് തതുലുബു അത് തേടുന്നു. ത്വലബ യതുലുബു ത്വലബൻ. ത്വലബ അവൻ തേടി, അത് തേടി. യതുലുബു തതുലുബു, ഇവിടെ തതുലുബു എന്നാണ് ഉപയോഗിച്ചത്. തതുലുബു അത് തേടുന്നു. മിൻ ഖുറാഇഹ, അതിന്റെ വായനക്കാരിൽ നിന്ന്. ഖാരിഉൻ എന്നത് ഖറഅ എന്നതിന്റെ ഇസ്മു ഫായിലാണല്ലോ. ഖാരിഉൻ എന്ന ഇസ്മു ഫായിലിന്റെ ഒരു ജംആണ് ഖുറാഉൻ എന്നത്. ഖാരിഉൻ എന്നതിന്റെ ജംഉ മുദക്കർ സാലിമാണ് ഖാരിഊന എന്നത്. ഖാരിഉൻ എന്നതിന്റെ ഒരു ജംആണ് ഖറഅത്തുൻ എന്നത്. ഖാരിഉൻ എന്നതിന്റെ ജംഉകൾ ഏവ? 1 ഖുറാഉൻ, 2 ഖാരിഊന, 3 ഖറഅത്തുൻ.
ഇവിടെ ഒന്നാമത്തതാണ് ഉപയോഗിച്ചത്, ഖുറാഉൻ എന്നതാണ്. മിൻ ഖുറാഇഹ, അതിനെ വായിക്കുന്നവരിൽ നിന്ന്, അൽഫിയയെ വായിക്കുന്നവരിൽ നിന്ന് അത് തേടുന്നു. ബിഹുസ്നിൽ വജാസത്തി, സംഗ്രഹത്തിന്റെ അഴകുകൊണ്ട്, സംക്ഷേപത്തിന്റെ ഭംഗി കൊണ്ട്, ചുരുക്കത്തിന്റെ അഴക് കൊണ്ട്. ഹുസ്നുൻ എന്നതിന് അഴക്, ഭംഗി, സൗന്ദര്യം എന്നീ അർത്ഥങ്ങളുണ്ട്. ബിഹുസ്നി അഴക് കൊണ്ട്, ഭംഗി കൊണ്ട്. വജാസത്ത് എന്നത് മസ്ദറാണ്. വജുസ എന്നതിൻ്റെ മസ്ദറാണ് വജാസത്ത് എന്നത്. ആ മസ്ദറുകൾ മാത്രമല്ല, വേറെയും മസ്ദറുകളുണ്ട്. ഏതെല്ലാമാണ് വജുസ എന്നതിൻ്റെ മസ്ദറുകൾ? വജ്സൻ, വജാസതൻ, വുജൂസൻ. വജസ എന്നതിന് വജ്സൻ എന്നും വജാസതൻ എന്നും വുജൂസൻ എന്നും മസ്ദറുകളുണ്ട്. ഇവിടെ വജാസത്ത് എന്ന മസ്ദറാണ് ഉപയോഗിച്ചത്. വജുസ അത് സംക്ഷിപ്തമായി, അത് ചുരുങ്ങി, അത് ചുരുങ്ങിയതായി, അത് സാരസംഗ്രഹമായി. വജ്സുൻ, വജാസത്തുൻ, വുജൂസുൻ എന്നീ മസ്ദറുകൾക്ക് ഇഖ്തിസാറുൻ എന്ന മസ്ദറിന്റെ അർത്ഥങ്ങളുണ്ട്. സംഗ്രഹിക്കൽ, സംക്ഷേപിക്കൽ, ചുരുക്കൽ. ഇങ്ങനെയും പറയാം: സംഗ്രഹം, സംക്ഷേപം, ചുരുക്കം. അതാണ് ഇവിടെ അൽ വജാസത്തി എന്ന മുദാഫുൻ ഇലൈഹിക്ക് സംഗ്രഹത്തിന്റെ, സംക്ഷേപത്തിന്റെ, ചുരുക്കത്തിന്റെ എന്നീ അർത്ഥങ്ങൾ വെച്ചത്. ചുരുക്കി പറയുമ്പോൾ അഴകുണ്ടാവും, സംഗ്രഹിച്ചു പറയുമ്പോൾ ഭംഗിയുണ്ടാകും. ആ ഭംഗി ഈ അൽഫിയയിൽ ഉണ്ട്. ബിഹുസ്നിൽ വജാസത്തി, സംഗ്രഹത്തിന്റെ ഭംഗി കൊണ്ട്, ചുരുക്കി പറഞ്ഞതിന്റെ അഴകുകൊണ്ട്. അൽ മുഖ്തളിയത്തി, തേടുന്ന, ലിസുർഅത്തിൽ ഫഹ്മി, വേഗം മനസ്സിലാകലിനെ. അൽ വജാസത്തി സംഗ്രഹത്തിന്റെ, അൽ മുഖ്തളി, അൽ മുഖ്തളിയത്തി തേടുന്ന, തേടുന്ന സംഗ്രഹത്തിന്റെ. എന്തിനെ തേടുന്ന? ലിസുർഅത്തിൽ ഫഹ്മി, വേഗം മനസ്സിലാകലിനെ. ബിഹുസ്നിൽ വജാസത്തിൽ മുഖ്തളിയത്തി ലിസുർഅത്തിൽ ഫഹ്മി, വേഗം മനസ്സിലാകലിനെ തേടുന്ന സംഗ്രഹത്തിന്റെ ഭംഗി കൊണ്ട്. അൽ മുഖ്തളിയത്തി, ഇഖ്തള എന്നതിന്റെ ഇസ്മു ഫായിലാണ് മുഖ്തളി എന്നത്. മുഖ്തളി എന്നതിന്റെ മുഅന്നസ്
മുഖ്തളിയത്തുൻ എന്നാണ്. അതിൽ അലിഫ്ലാം കൊടുത്താൽ അൽ മുഖ്തളിയത്തു. അതിന് ജർ ആയതുകൊണ്ട് ഇവിടെ അൽ മുഖ്തളിയത്തി എന്ന് വായിച്ചു. ലിസുർഅത്തി വേഗം. സറുഅ യസുറുഉ എന്നതിൻ്റെ ഒരു മസ്ദറാണ് സുർഅത്ത് എന്നത്. വേറെയും മസ്ദറുകളുണ്ട്. സറുഅ യസുറുഉ, സറാഅതൻ, വസുർഅതൻ, വസിർഅൻ. സറുഅ എന്നതിൻ്റെ മസ്ദറുകൾ ഏതെല്ലാം? 1 സറാഅതൻ, 2 സുർഅതൻ, 3 സിർഅൻ. ഇവിടെ സുർഅതൻ എന്ന മസ്ദറാണ് ഉപയോഗിച്ചത്. ലിസുർഅത്തി എന്നാണ് ഇവിടെ ഉപയോഗിച്ചത്. സുർഅത്തി എന്നതിനെ അൽ ഫഹ്മി എന്നതിലേക്ക് ഇളാഫ് ചെയ്തിട്ടുണ്ട്. ഫഹുമുൻ എന്നത് മസ്ദറാണ്. സുർഅത്ത് എന്ന മസ്ദറിനെ ഫഹ്മ് എന്ന മസ്ദറിലേക്കാണ് ഇവിടെ ഇളാഫ് ചെയ്തത്. അങ്ങനെ ഇവിടെ പറഞ്ഞത് ലിസുർഅത്തിൽ ഫഹ്മി എന്നാണല്ലോ. അപ്പൊ ഇവിടെ ഒരു മസ്ദറിനെ വേറൊരു മസ്ദറിലേക്ക് ഇളാഫ് ചെയ്തു. ഇസ്മിനെ ഇസ്മിലേക്കാണല്ലോ ഇളാഫ് ചെയ്യുക. മസ്ദർ ഇസ്മാണല്ലോ. ഒരു മസ്ദറിനെ വേറൊരു മസ്ദറിലേക്ക് ഇളാഫ് ചെയ്യാം. ഇവിടെ സുർഅത്ത് എന്ന മസ്ദറിനെ ഫഹ്മ് എന്ന മസ്ദറിലേക്ക് ഇളാഫത്ത് ചെയ്തു എന്നത് വളരെ വ്യക്തമാണ്. ഇനി ഫഹ്മുൻ എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുക. ഈ ഫഹ്മുൻ എന്നത് ഏതിന്റെ മസ്ദറാണ്? ഫഹിമ എന്നതിന്റെ മസ്ദറാണ്. അത് അല്പം വിശദീകരിക്കാം. ഫഹിമ, യഫ്ഹമു ഫഹ്മൻ. ഫഹിമ അവൻ ഗ്രഹിച്ചു, അവൻ മനസ്സിലാക്കി. യഫ്ഹമു അവൻ ഗ്രഹിക്കുന്നു, അവൻ മനസ്സിലാക്കുന്നു. അവൻ ഗ്രഹിക്കും, അവൻ മനസ്സിലാക്കും. ഫഹ്മൻ ഗ്രഹിക്കൽ, മനസ്സിലാക്കൽ. ഇവിടെ ലിസുർഅത്തിൽ ഫഹ്മി വേഗം മനസ്സിലാക്കലിനെ എന്നാണല്ലോ അർത്ഥം. റിളൻ ബിഗൈരി സുഖ്തിൻ. സിഫത്തു റിളൻ. റിളൻ എന്നതിന്റെ സിഫത്താണ് ഏത്? ബിഗൈരി സുഖ്തിൻ എന്നത്. നേരത്തെ പറഞ്ഞിരുന്നു ബിഗൈരി എന്നതിനെ കുറിച്ച്. നഅത്തുൻ ലിറിളൻ, അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ബിഗൈരി എന്നത് സിഫത്തുൻ, സിഫത്തു റിളൻ, റിളൻ എന്നതിന്റെ സിഫത്താണ്. ഐ അതായത് റിളൻ തൃപ്തിയെ, മുൽതസിഖൻ പറ്റിച്ചേർന്ന, റിളൻ മുൽതസിഖൻ പറ്റിച്ചേർന്ന തൃപ്തിയെ, മുൽതസിഖൻ അഭേദ്യമായി ചേർന്ന, റിളൻ മുൽതസിഖൻ അഭേദ്യമായി ചേർന്ന തൃപ്തിയെ. ഇൽതസ്വഖ എന്നതിന്റെ ഇസ്മു ഫായിലാണ് ഇവിടെ ഉപയോഗിച്ചത്, മുൽതസ്വിഖൻ. ഇഫ്തഅല യഫ്തഇലു, ഇൽതസ്വഖ യൽതസ്വിഖു.
ഇൽത്തസഖ എന്നതിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കണം. അതല്പം വിശദീകരിക്കാം. ഇൽത്തസഖ എന്നതിന് നിരവധി അർത്ഥങ്ങളുണ്ട്. അതിൽ ഒരർത്ഥമാണ് ഇൽത്തസഖ, അത് പറ്റിച്ചേർന്നു. അപ്പോൾ മുൽത്തസിഖുൻ, പറ്റിച്ചേർന്നത്. ഇവിടെ നസ്ബ് ആയതുകൊണ്ട് മുൽത്തസിഖൻ എന്ന് വായിച്ചു. ഇൽത്തസഖ എന്നതിന് അത് അഭേദ്യമായി ചേർന്നു എന്ന് അർത്ഥമുണ്ട്. അതനുസരിച്ച് മുൽത്തസിഖൻ എന്ന സിഫത്തിന് അഭേദ്യമായി ചേർന്ന എന്ന് അർത്ഥം പറയാം. അതാണ് റിളൻ മുൽത്തസിഖൻ എന്നതിന് പറ്റിച്ചേർന്ന തൃപ്തിയെ, അഭേദ്യമായി ചേർന്ന തൃപ്തിയെ എന്നീ അർത്ഥങ്ങൾ പറഞ്ഞത്. അതായത് ഗൈറ മശൂബിൻ, കലർപ്പില്ലാതെ, ഗൈറ അല്ലാത്ത തൃപ്തിയെ, മശൂബിൻ കലർപ്പുള്ളത്. മശൂബിൻ എന്നത് ഇസ്മു മഫ്ഊലാണ്. ഏതിന്റെ ഇസ്മു മഫ്ഊലാണ് മശൂബിൻ എന്നത്? ഷാബ എന്നതിന്റെ ഇസ്മു മഫ്ഊലാണ് മശൂബിൻ എന്നത്. മശൂബുൻ, മശൂബൻ, മശൂബിൻ, അൽ മശൂബു, അൽ മശൂബ, അൽ മശൂബി. ഇങ്ങനെ സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ഇവിടെ മശൂബിൻ എന്നാണ്. ഷാബ എന്നതിൻ്റെ അർത്ഥങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഷാബ, അത് കലർത്തി, അത് കൂട്ടിക്കലർത്തി, അത് മിശ്രണം ചെയ്തു, അവൻ മിശ്രണം ചെയ്തു, അവൻ സംയോജിപ്പിച്ചു തുടങ്ങിയ അർത്ഥങ്ങളുണ്ട്. ഷാബ എന്നതിൻ്റെ അസുല് ഷവബ എന്നാണ്. ഇപ്പോൾ ഷാബ എന്ന് ഉപയോഗിക്കുന്നു. ഷാബ യശൂബു, ഷൗബൻ വഷിയാബൻ. ഷാബ എന്നതിന് രണ്ട് മസ്ദറുകളുണ്ട്. ഒന്ന് ഷൗബൻ, മറ്റൊന്ന് ഷിയാബൻ. ചുരുക്കി പറഞ്ഞാൽ ഷാബ എന്നതിൻ്റെ ഇസ്മു മഫ്ഊലാണ് മശൂബുൻ എന്നത്. ഇവിടെ മജ്റൂർ ആയതുകൊണ്ട് മശൂബിൻ എന്ന് പറഞ്ഞു. മശൂബിൻ കലർപ്പുള്ളത്, മായം ചേർക്കപ്പെട്ടത്. ഗൈറ മശൂബിൻ കലർപ്പുള്ളതല്ലാത്ത, മായം ചേർക്കപ്പെട്ടതല്ലാത്ത. റിളൻ ഗൈറ മശൂബിൻ, അതായത് റിളൻ ഗൈറ മശൂബിൻ, കലർപ്പുള്ളതല്ലാത്ത തൃപ്തിയെ, മായം ചേർക്കപ്പെട്ടതല്ലാത്ത തൃപ്തിയെ, ബിസ്സുഹ്തി അതൃപ്തി കൊണ്ട്, വെറുപ്പ് കൊണ്ട്, ഫായിഖത്തൻ മികച്ചു നിൽക്കുന്നതായ നിലയിൽ, ഹാലുൻ മിൻ ഫാഇലി തഖ്തളി. തഖ്തളി എന്നതിലെ
ഹിയ എന്ന ഫാഇലിൽ നിന്ന് ഹാലാണ് ഫായിഖത്തൻ എന്നത്. ഇബ്നി മുഅ്തി, ഇനി മുഅ്തി റളിയല്ലാഹു അൻഹു ആരുടെ മകനാണ്? ഇബ്നി അബ്ദിൻ നൂരിൽ മഗ്രിബി റഹിമഹുല്ലാഹു റഹ്മത്തൻ. ഇബ്നു മുഅ്തി അദ്ദേഹത്തിന്റെ പേര് യഹിയ എന്നാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതൊന്ന് വിശദീകരിക്കാം. ഇബ്നി മുഅ്തി ഹുവ, അദ്ദേഹം ആര്? മുഅ്തി റളിയല്ലാഹുവിന്റെ മകൻ, അൽ ഇമാമുൽ ആലിമുൽ അല്ലാമത്തു അബുൽ ഹസനി യഹിയ ഇബ്നു മുഅ്തി ബിനി അബ്ദിൻ നൂരിൽ മഗ്രിബിൻ അസ്സവാവി, അബ്ദിൻ നൂരിൽ മഗ്രിബി സവാവി. ഇനി വ്യക്തമായി പറയാം, അധികം ആളുകളും ഇബ്നു മുഅ്തി, ഇവിടെ ഇബ്നി മുഅ്തി എന്നാണുള്ളത്, അങ്ങനെ തന്നെ പറയുന്നു. പേര് പലരും ശ്രദ്ധിക്കാറില്ല. ഇബ്നു മുഅ്തി റളിയല്ലാഹുവിന്റെ പേര് യഹിയ എന്നാണ്. ഇവിടെ ബൈത്തിൽ ചുരുക്കാൻ വേണ്ടി ഇബ്നി മുഅ്തി എന്ന് മാത്രം എഴുതി. യഹിയ ഇബ്നു മുഅ്തി റളിയല്ലാഹു അൻഹു ഫായിഖത്തൻ അൽഫിയത്ത യഹിയ ബിനി മുഅ്തി എന്ന് വേണമെങ്കിൽ പറയാം. ബൈത്തിൽ ഇങ്ങനെ തന്നെ പറയണം, ഞാൻ മറ്റൊരു ശൈലി പറഞ്ഞു എന്ന് മാത്രം. ഉപ്പയുടെ പേര് മുഅ്തി, ഉപ്പയുടെ പേര് എന്താണ്? അബ്ദുന്നൂർ എന്നാണ്. അബ്ദുന്നൂർ റളിയല്ലാഹു അൻഹു. ഇബ്നു മുഅ്തി റളിയല്ലാഹു അൻഹു, അതായത് അൽ ഇമാമു യഹിയ ഇബ്നു മുഅ്തി റളിയല്ലാഹു അൻഹു ഫഖീഹാണ്. ഏത് മദ്ഹബുകാരനാണ്? അൽ ഹനഫിയു. അൽ ഫഖീഹുൽ ഹനഫിയു. ഹനഫി കർമ്മശാസ്ത്ര പണ്ഡിതനായ അൽ ഇമാമു യഹിയ ഇബ്നു മുഅ്തി റളിയല്ലാഹു അൻഹു ഹനഫി കർമ്മശാസ്ത്ര പണ്ഡിതനാണ്. റഹിമഹുല്ലാഹു റഹ്മത്തൻ, ഇവിടെ റഹിമ എന്ന മാലി അത് ദുആഇന്റെ അർത്ഥത്തിലാണ്. റഹിമ അനുഗ്രഹം നൽകട്ടെ, അപ്പോൾ ദുആഇന്റെ അർത്ഥമാണല്ലോ. ഹു അദ്ദേഹത്തിന് അല്ലാഹു, അല്ലാഹു അദ്ദേഹത്തിന് അനുഗ്രഹം നൽകട്ടെ. റഹ്മത്തൻ ഒരു അനുഗ്രഹം നൽകൽ. റഹിമ യർഹമു റഹ്മത്തൻ വ റുഹ്മൻ വ മർഹമത്തൻ. റഹിമ എന്നതിന്റെ മസ്തറുകൾ ഏവ? ഒന്ന് റഹ്മത്തൻ, ആ മസ്തറാണ് ഇവിടെ ഉപയോഗിച്ചത്. റഹിമഹുല്ലാഹു റഹ്മത്തൻ. റഹ്മത്തൻ എന്നത് മഫ്ഊൽ മുത്ലഖാണ്. റഹ്മത്തൻ എന്നതിന് പകരം റുഹ്മൻ എന്ന് ഉപയോഗിക്കാം, മർഹമത്തൻ എന്ന് ഉപയോഗിക്കാം. ചുരുക്കി പറഞ്ഞാൽ റഹിമ എന്നതിന് മൂന്ന് മസ്തറുകൾ: ഒന്ന് റഹ്മത്തൻ, രണ്ട് റുഹ്മൻ, മൂന്ന് മർഹമത്തൻ. പ്രത്യേകം പറയാനുള്ളത്, ഓരോ ലഫ്ളിന്റെയും കൃത്യമായ അർത്ഥം മനസ്സിലാക്കണം. തർക്കീബ് വളരെ കൃത്യമായി പഠിക്കണം. ബൈത്തിന്റെ ആശയം വളരെ കൃത്യമായി മനസ്സിലാക്കണം.
وتقتضي رضا بغير سخط فائقة ألفية بني معطي എന്ന ബൈത്തിൽ നിന്നും അതിൻ്റെ വ്യാഖ്യാനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആശയം ചുരുക്കി പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം: അതൃപ്തി കലരാതെ തൃപ്തി ലക്ഷ്യം വെക്കുന്ന അൽഫിയ എന്ന ഈ കൃതി ഇമാം യഹ്യ ഇബ്നു മുഅത്തി റളിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തിൻ്റെ അൽഫിയ എന്ന കൃതിയേക്കാൾ മികച്ചതാണ്. സ്വന്തം കിതാബിനെ പുകഴ്ത്തി പറയാൻ പറ്റുമോ? പഠിക്കുന്നവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ടാകാൻ വേണ്ടി അങ്ങനെ പറയാൻ പറ്റും എന്ന് തുഹ്ഫത്തുൽ മുഹ്താജ് 1-ാം വാള്യത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ യഹ്യ ഇബ്നു മുഅത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽഫിയ എന്ന കൃതിയേക്കാൾ മികച്ചതാണ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറയാൻ പറ്റുമോ? മറ്റൊരാളെ കൃതിയേക്കാൾ മികച്ചതാണ് അങ്ങനെ പറയുന്നത് അദബുകേടാവില്ലേ? ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരു പ്രയോഗം നടത്താതിരിക്കലാണ്. എന്നാൽ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹി ബിനി മാലിക് റളിയല്ലാഹു അൻഹുവിന് അൽ ഇമാമു യഹ്യ ഇബ്നു മുഅത്തി റളിയല്ലാഹു അൻഹുവിനോട് വലിയ ആദരവുണ്ട്, വലിയ ബഹുമാനമുണ്ട്. ആ ആദരവ് ഉള്ളതോടുകൂടെ തന്നെ മുതഅല്ലിംകൾക്ക് പഠിക്കാനുള്ള താല്പര്യം ഇത് മികച്ചതാണ് എന്ന് മനസ്സിലാക്കി കൊടുത്ത് ഇത് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഫായിഖത്തൻ അൽഫിയത ബിനി മുഅത്തി എന്ന് രേഖപ്പെടുത്തിയത്. ദുരുദ്ദേശം ഇല്ല, എന്നാൽ പോലും ചില പ്രയാസങ്ങൾ ഉണ്ടായി. അത് അധികം ആളുകൾക്കും അറിയുന്ന കാര്യമാണ്. അതിനുള്ള പരിഹാര മാർഗവും സ്വീകരിച്ചിട്ടുണ്ട്. ആ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ബൈത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പോയിന്റാണ് ഇത്. അതൊന്നുകൂടി ക്ലിയറായി പറയാം, അത് ശരിക്കും മനസ്സിലാക്കി വെക്കുക. അതൃപ്തി കലരാതെ തൃപ്തി ലക്ഷ്യം വെക്കുന്ന അൽഫിയ എന്ന ഈ കിതാബ് ഇമാം യഹ്യ ഇബ്നു മുഅത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽഫിയ എന്ന കിതാബിനേക്കാൾ മികച്ചതാണ്. അർത്ഥവും തർക്കീബും ആശയവും വളരെ ക്ലിയറായി എല്ലാവരും പഠിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് ഇഹലോകത്തും പരലോകത്തും വിജയം നൽകട്ടെ. അല്ലാഹു തആല നമ്മെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.